നമസ്കാരം. മുഖാമുഖത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൈബർ ഓൺലൈൻ തട്ടിപ്പുകളുടെ വലിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. നഷ്ടമാകുന്ന തുകകൾ, സ്വകാര്യത തുടങ്ങിയ വലിയ ഗൗരവമേറിയ വിഷയങ്ങളാണ് കേരളത്തിൻ്റെ വാർത്താമാധ്യമങ്ങൾ അനുദിനം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രായമായവരെയും സ്ത്രീകളെയും ഒരു പരിധിവരെ പുരുഷന്മാരെയും ഒക്കെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ശ്രീ ES ബിജുമോനാണ്. അദ്ദേഹം ഏറെക്കാലമായി സംസ്ഥാനത്തെ സൈബർ ക്രൈം മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. വിജിലൻസ് SP ആയി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. ആമുഖമായി പറയാനുള്ളത് വാട്സാപ്പ് തട്ടിപ്പിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാട്സാപ്പ് തട്ടിപ്പിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ വാട്സപ്പ് തട്ടിപ്പ് മുമ്പുണ്ടായിരുന്നത് പലപ്പോഴും നമ്മളുടെ വാട്സപ്പ് നമ്പറിൻ്റെ നമ്മളുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ വേറെ നമ്പർ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറി നമ്മളുടെ നമ്പർ തന്നെ ഹാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പം വന്നിരിക്കുന്ന സംഭവത്തിൽ ഈ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് പുതിയതായിട്ട് നമ്മളുടെ നമ്പർ ഉപയോഗിച്ച് വേറൊരു ഫോണിൽ, വേറൊരു ഡിവൈസിൽ നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തരുന്ന ഒരു 6 ഡിജിറ്റ് നമ്പറുണ്ട്. ആ നമ്പർ നമ്മളുടെ ഡിവൈസിലാണ് വരുന്നത്. അപ്പോൾ അത് കൈക്കലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മളുടെ ഫോണിലെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, വേറൊരു ഡിവൈസിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മളുടെ ഫോൺ നമ്പർ അവരുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ ആ 6 ഡിജിറ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പലതരത്തിലാണ്. ഒന്ന്, ഒരാളുടെ വാട്സപ്പ് ഒന്ന് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഒന്നുകിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് അയച്ച ശേഷം അവരുടെ ഫോണിൽ വരുന്ന മെസ്സേജ് ഏതെങ്കിലും തരത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കോൾ വഴി അവരോട് പറയുന്നു, ഞാൻ അറിയാതെ അയച്ചു പോയതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന നമ്പർ പറഞ്ഞു കൊടുന്ന് പറഞ്ഞ് ചിലരെ ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരോ API ലിങ്ക്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിങ്ക് ഫോണിലേക്ക് അയച്ചു കൊടുത്ത് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതോടുകൂടി നമ്മുടെ മെസ്സേജുകൾ അവർക്ക് റീഡ് ചെയ്യുന്ന രീതിയിൽ കൺട്രോൾ വന്നു. അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ ഫോണിൻ്റെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ മുഴുവൻ നോക്കും. അപ്പോൾ ആ ഫോണിലെ, അതായത് വാട്സപ്പ് പുതിയ ഫോണിലേക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ വാട്സപ്പിലെ നമ്മളുടെ കോൺടാക്റ്റ് ലിസ്റ്റ് മൊത്തം അവരുടെ കയ്യിലായി. അപ്പോൾ അതിൽ നമ്മൾ എത്ര അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പുകളിലൊക്കെ അവർ അഡ്മിനാവും. എന്നിട്ട് അവർ ചെയ്യുന്നത് ആ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ കൺട്രോൾ ഏറ്റെടുക്കും. മറ്റ് അഡ്മിന്മാരെയൊക്കെ ആ അഡ്മിൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ കൺട്രോൾ ഇവരെ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റിലുള്ള ആളുകൾക്ക് മെസ്സേജുകൾ അയച്ച് ഇതേ രീതിയിലുള്ള അതായത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരാൾ ഒരു മെസ്സേജ് അയക്കുകയാണ്, എൻ്റെ ഫോണിലേക്ക് വരുന്ന ഒരു മെസ്സേജ് അറിയാതെ താങ്കളുടെ നമ്പറിലേക്ക് സെൻഡായിപ്പോയി, ആ നമ്പർ ഒന്ന് പറഞ്ഞു തരണം, എനിക്ക് അത്യാവശ്യത്തിനാണെന്ന്. സ്വാഭാവികമായിട്ടും. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ അഭിജിത്തിനോട് ചോദിക്കുകയാണ്, അഭിജിത്ത് എൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് ഞാൻ നമ്പർ കൊടുത്തപ്പോൾ മാറിപ്പോയി, അല്ലെങ്കിൽ അറിയാതെ അയച്ചു പോയതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരിചയമുള്ള ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും വിളിച്ച്, അല്ലെ അവരുടെ മെസ്സേജ് ആയിരിക്കും വരുന്നത്. കൂടുതലും ഈ മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിട്ട് നമ്മൾ ശരിയാണെന്നുള്ള ധാരണയിൽ ഈ 6 ഡിജിറ്റ് നമ്പർ പറഞ്ഞു കൊടുക്കും. അതോടുകൂടി ആ ഫോണും അവരുടെ ഫോണും നഷ്ടപ്പെടുകയാണ്. നമ്മളുടെ ഒരേ സമയം 2 ഫോണിൽ ഈ പറഞ്ഞ വാട്സപ്പ് നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ പലരുടെ ഒരു ഗ്രൂപ്പിൽ ഒരാളുടെ കിട്ടിക്കഴിഞ്ഞാൽ അത് കോൺടാക്റ്റിലുള്ള പല ആളുകൾക്കും ഇത് അയച്ചുകൊണ്ട് പരിചയക്കാരാണെന്നുള്ള പേരിൽ പറഞ്ഞു. ചില സമയത്ത് കോളുകൾ തന്നെ വരും. ഈ കോളുകൾ പോലും നമ്മൾക്ക് പലപ്പോഴും ഇപ്പം ഈ AI സാങ്കേതിക വിദ്യയും കൂടെ ഉപയോഗിക്കാവുന്നതുകൊണ്ട് വോയിസ് കൺവേർഷൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ സൗണ്ട് ആണ് എന്നുള്ള രീതിയിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ വാട്സപ്പിനകത്ത് വരുന്നുണ്ട്. ഇതിനൊരു മുൻകരുതൽ എന്താണ് നമുക്ക് ഈ ഒരു തട്ടിപ്പിനെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൽ കെണിയിൽ വീണു പോകാതിരിക്കാൻ? ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്കൊരു ശ്രദ്ധയാണ്. നമ്മളിതിനകത്ത് ഒന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും നമ്മളുടെ ഫോണിൽ വരുന്ന ഒരു മെസ്സേജ് മറ്റൊരാളുടേതാണെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാൽ നമ്മളുടെ സുഹൃത്തായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ഫാമിലിയിൽ അടുത്ത ആളായിക്കോട്ടെ, ഒരിക്കലും അവരോട് ഫോണിൽ കൂടെ മെസ്സേജായിട്ട് കൊടുക്കരുത്. അവരുമായിട്ട് നമുക്ക് ഉറപ്പ് വരുത്തുക. നേരിട്ട് ആളുകളെ അറിയാമെങ്കിൽ മറ്റൊരു ലോക്കൽ കോളിലോ അല്ലെങ്കിൽ ഫോൺ കോളിലോ വിളിച്ച് ഇത് അവർ അയച്ചതാണെന്നോ ഏതെങ്കിലും തരത്തിലാണെന്നുണ്ടോ ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ അങ്ങനെ നൽകാവുള്ളൂ. അതായത് 100% നമ്മളുടെ ഫോണിൽ വരുന്ന ഒരു ഈ 6 ഡിജിറ്റ് നമ്പർ പറഞ്ഞു കൊടുക്കരുത്. കാരണം പറഞ്ഞു കൊടുത്താൽ നമ്മളുടെ കോൺടാക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് മെസ്സേജ് പോവുകയാണ്. ഒന്നത്. 2, ഇത് ഒരു സാധാരണഗതിയിൽ ഡിഫോൾട്ടായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ 6 ഡിജിറ്റ് നമ്പറുകൾ മാത്രമെന്നുള്ളത്. പക്ഷേ നമുക്ക് വാട്സപ്പ് തരുന്ന കുറേ സെക്യൂരിറ്റി ഉണ്ട്. അതിൽ നമുക്ക് ഇത്തരം തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടി 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് വാട്സപ്പിൽ പോയി നമ്മുടെ സെറ്റിങ്സിൽ കയറിക്കഴിഞ്ഞാൽ ആ സെറ്റിങ്സിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട്സിലേക്ക് കടന്നാൽ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ഓപ്ഷൻ കിട്ടും.
അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ഓപ്ഷനകത്ത് അല്ലെങ്കിൽ പ്രൈവസി ഓപ്ഷനകത്ത് ഈ പറഞ്ഞ വെരിഫിക്കേഷൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അത് എനേബിൾ ആക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ 6 ഡിജിറ്റ് നമ്പർ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പിൻ നമ്പറുണ്ട്, നമുക്കവിടെ ഒരു പിന്ന് സെലക്ട് ചെയ്യാം. ആ 6 അക്ക പിൻ നമ്പറും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ആൾക്ക് ഈ വാട്സപ്പിൻ്റെ കംപ്ലീഷൻ ആകത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മുൻകരുതൽ കൂടിയാണത്. കൂടാതെ അവിടെ ഒരു ചാൻസും കൂടി ഉണ്ട്, നമുക്കവിടെ ഒരു ഇമെയിലും കൂടെ നൽകാം. ആ ഇമെയിലൂടെ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട വാട്സപ്പ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് അവർ അയച്ചു തന്ന് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും. ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നതിലൂടെ നഷ്ടമാകുന്നത് ഡാറ്റ മാത്രമാണോ, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും നമ്മുടെ സാമ്പത്തികമായ അല്ലെങ്കിൽ അത്തരം നമ്മുടെ മറ്റ് ഏതെങ്കിലും സാമ്പത്തികമായ ആപ്ലിക്കേഷനുകളെ അത് ബാധിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടോ? സാമ്പത്തിക തട്ടിപ്പാണ് ഇവർ കൂടുതലും അതിനകത്ത് നടത്തുന്നത്. ഡേറ്റ എടുക്കുന്നതോടൊപ്പം തന്നെ ഇതേ രീതി, അതായത് ഇപ്പം വൺസ് വാട്സപ്പ് അവരുടെ കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ ഇവർ ചെറിയ എമൗണ്ടുകൾ നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരോട് അടിയന്തര സഹായം എന്ന് പറഞ്ഞ് ചോദിക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു മീറ്റിംഗാണ്, അല്ല ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഈ എൻ്റെ ഫോണിലേക്കല്ല ഇപ്പം ഈ ഗൂഗിൾ പേയിലേക്കൊരു 5000 അല്ലെ 10000 അല്ലെ 20000 രൂപ അയച്ചു തരാൻ പറയും. ചുരുക്കം ചില ആളുകൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇയാളിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്, ഇയാൾ ട്രാവൽ ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഞാൻ വന്ന ഉടൻ തന്നെ തിരിച്ചിടാകുന്നത്. അപ്പോൾ ഒരു 10,000 മുതൽ 20,000 രൂപ ആ രീതിയിൽ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ ഇതിൻ്റെ തുടർന്നതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹാക്ക് ചെയ്യുന്നവരുടെ പ്രധാന ഉദ്ദേശം സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. ആ രീതിയിൽ ആളുകളുടെ പൈസ പോകുന്നുമുണ്ട്. ഈ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം വെർച്വൽ അറസ്റ്റിൻ്റെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു കോർട്ട് ഓർഡർ വരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈനിൽ ഒരാൾ വരുന്നു. അതിപ്പോൾ സർവ്വസാധാരണമായിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ആ കോളുകൾ വന്നിട്ടുണ്ട്, അത് പലതും പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ 4.5 കോടിയോളം രൂപയൊക്കെ ഒരു റിട്ടയർഡ് ഹാൻഡിന് നഷ്ടമാകുന്ന തരത്തിലേക്ക് ഈ വെർച്വൽ അറസ്റ്റും കാര്യങ്ങളുമൊക്കെ എത്തിയിട്ടുണ്ട് പല കോണുകളിൽ. അത് തീർച്ചയാണ്. കാരണം ഇപ്പം നമുക്ക് ഇതിൻ്റെ ഏറ്റവും നമ്മൾ പറയുന്നൊരു കാര്യം ഇതിനകത്ത് അവയർനെസ്സാണ്. ഇപ്പോഴും നമ്മുടെ ആളുകൾ പലപ്പോഴും ഇതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ സാധ്യത ഉണ്ടോ എന്ന് നോക്കാതെയാണ് ഈ പലപ്പോഴും പൈസ പോകുന്നത്. പക്ഷേ ഈ വെർച്വൽ അറസ്റ്റും ഡിജിറ്റൽ അറസ്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ MDMA സ്കാംസ്, ഫെഡെക്സ് സ്കാംസ്, ഇതിലൊക്കെ കൂടിയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വർഷം മാത്രം നമ്മളുടെ I4C എന്ന് പറഞ്ഞ ഇന്ത്യൻ സൈബർ കോർഡിനേഷൻ സെൻറ്ററിൻ്റെ ഒരു കണക്ക് അനുസരിച്ച് 11,300 കോടിയോളം രൂപയാണ് ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു 11 മാസക്കാലത്തിനിടയിൽ മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഈ സൈബർ തട്ടിപ്പുകളിൽ കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് ഇത് ഇപ്പോൾ നമുക്ക് പല ദിവസവും വാർത്ത കാണുന്നതാണ്. ഇതിലവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഒരു വീഡിയോ കോളായിരിക്കും. ആ വീഡിയോ കോളിൽ വരുന്ന ഉദ്യോഗസ്ഥൻ യൂണിഫോംഡ് ഉദ്യോഗസ്ഥനാണ്. അയാൾ ക്ലെയിം ചെയ്യുന്നത് ഒരു CBI ഓഫീസർ എന്നായിരിക്കാം, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥനെന്നോ, കസ്റ്റംസ് ഓഫീസറെന്നോ, മുംബൈ പോലീസോ, ഡൽഹി പോലീസോ. അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുന്ന കോൾ ഒരിക്കലും നമ്മുടെ സംസ്ഥാന പോലീസല്ല, മറ്റൊരു സംസ്ഥാനത്തു നിന്നുള്ള ഒരു ഏജൻസി എന്നുള്ള നിലയിലാണ് കോളുകൾ വരുന്നത്. അപ്പോൾ വിളിക്കുന്ന ആളുകൾ ഒരു പോലീസ് ഓഫീസർ വിളിക്കുന്നത് കാണുമ്പം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ പോലത്തെ ഒരു സംവിധാനം ഉണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പം വിശ്വസിച്ച് പോകും. ഈ പേര് സെലക്ട് ചെയ്യുന്നത് പലപ്പോഴും ജെന്യുവിൻ കറക്റ്റ് പേരാണ്. അതായത് ഇങ്ങനെ ഒരു പേര് നമ്മളിപ്പം ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ ഒരു CBI ഓഫീസർ അവിടെ കാണും, അല്ലെങ്കിൽ മുംബൈയിൽ അങ്ങനെ ഒരു ACPO, ഒരു DCPO, ചിലപ്പോൾ IPS ഓഫീസറോ കാണും. അവരങ്ങനെ പേര് കണ്ടുപിടിച്ചിട്ടാണ്. പക്ഷേ ആൾ വ്യത്യാസമാണ്, ഫോട്ടോ വ്യത്യാസമാണ്, ഇവർ വേറെ ഫേക്ക് യൂണിഫോം ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കോളുകൾ വന്നു കഴിയുമ്പം നമ്മളെ അവർ പറയുന്നു നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചു. ആദ്യത്തെ പല രീതിയിലാണ് പറയുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ഫോൺ നമ്പരും ആധാറും ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കടത്തൽ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹവാല ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജെയിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അങ്ങോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേരിലും ഇത് കേസെടുത്തിരിക്കുകയാണ്. അപ്പം ഈ കേസെടുത്തതിൻ്റെ എന്താ തുടർ നടപടി? അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ക്ലെയിം ചെയ്യും ഞാനിത് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പോലീസ് ഓഫീസർ കൊടുക്കാമെന്ന് പറഞ്ഞ് വേറൊരു ഓഫീസർ നമ്മളോട് ഇൻ്റർവ്യൂ ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കോടതിയിലേക്ക് നിങ്ങളുടെ വിവരം സമർപ്പിക്കാം, അതല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ പറയുന്നു നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, അപ്പോൾ ഈ കേസ് തീരുന്നിടം വരെ മറ്റൊരു അക്കൗണ്ട്, അത് ഒന്നെങ്കിൽ അവർ പറയുന്നത് സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടാണ്, റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടാണ്, അതല്ലെങ്കിൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അക്കൗണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ പല തവണയായിട്ട് ഈ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടിട്ട് ഈ കേസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, കാരണം നിങ്ങളിതിൽ ഇന്നസെൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അക്കൗണ്ടിലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഒരു പരിപാടി. മറ്റൊന്ന് ഇവർ പറയുന്നത്, നമ്മൾ പറയുന്നു നമ്മളിതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അപ്പം നിങ്ങളെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ
ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ നേരിട്ട് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വെർച്വൽ കോളിൽ നിൽക്കുമെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ നിർത്തി അതിൽ നിർത്തിക്കൊണ്ട് പറയുന്നു ഒരു എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഒരു ഫൈൻ ഏതെങ്കിലും എമൗണ്ട് പറഞ്ഞു, അപ്പോൾ അവർ പറയുന്ന എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഈ രണ്ട് സ്ഥലത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഒരു നിയമത്തിലും വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല. ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയും ഒരു പ്രതിയായിട്ടുള്ളവരോ സാക്ഷിയായിട്ടുള്ളവരോ ഇത്തരത്തിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സംവിധാനമില്ല. അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ് ഒരാൾ വിളിക്കുമ്പോൾ തന്നെ ആ കോള് കട്ട് ചെയ്ത് നമ്മളവിടെ വെച്ച് എസ്കേപ്പ് ചെയ്ത് ആ നമ്പറുകൾ നോട്ട് ചെയ്ത് സൈബർ കോർഡിനേഷൻ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഇല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ അവർ പറയുക കേരള പോലീസ് വരട്ടെ, നമ്മുടെ നാട്ടിലാണല്ലോ നിൽക്കുന്നത്, നിങ്ങൾ കേരള പോലീസ് വഴി അപ്രോച്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കിട്ടിയാവുന്നതേ ഉള്ളൂ. ഇത്തരം കേസുകളുണ്ട്. ഈ തട്ടിപ്പ് സംഘങ്ങളുടെ പ്രധാനപ്പെട്ട ഉറവിടം ഇന്ത്യക്ക് പുറത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ? ഇപ്പം നമ്മൾ പല അന്വേഷണങ്ങളിലും കണ്ടിരിക്കുന്നത് ഇത് ചിലയിടത്ത് ചിലപ്പോൾ ഇത് ഫിലിപ്പൈൻസിലേക്ക് പോകുന്നതുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് തായ്ലൻഡ്, അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചൈനയിലേക്ക് പോയ അക്കൗണ്ട് പോയ സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിദേശ സ്ഥലങ്ങളിലുള്ള അക്കൗണ്ടുകളിലേക്കൊക്കെയാണ് ഇത്. പക്ഷേ ആ പൈസകളൊക്കെ പോകുന്നത് വെർച്വൽ കറൻസി ആയിട്ടാണ്. അപ്പോൾ ഈ വെർച്വൽ കറൻസി ആയിട്ട് പോകുന്നതൊന്നും ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കണമെന്നില്ല. ഇവരൊരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് ഈ പൈസ മാറ്റുന്നത് ഇപ്പം നമുക്ക് ക്രിപ്റ്റോ കറൻസികളുണ്ട് ഒരുപാട്. ആ ക്രിപ്റ്റോ കറൻസിയിലേക്ക് പൈസ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എവിടെ പോയി എന്നുള്ളത് അല്ലെങ്കിൽ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നതല്ലാതെ നമുക്കതൊരു ഏത് അക്കൗണ്ടെന്നോ ആരുടെ അക്കൗണ്ടെന്നോ കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ വരും. ഈ സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ഒരു വെർച്വൽ സ്ക്രീനിൽ നിർത്തിക്കൊണ്ട് നിങ്ങളൊരു നിയമപരമായ നടപടികൾ നേരിടുകയാണ്. ചിലപ്പോൾ ഈ പ്രായമായവർക്കൊന്നും ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു പ്രായം കുറഞ്ഞവർക്കാണെങ്കിൽ പോലും അറിവുണ്ടാകണമെന്നില്ല. അതിന് കേരള പോലീസ് നൽകാൻ കഴിയുന്നൊരു അവയർനെസ് സംവിധാനം അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നമ്മളുടെ പോലീസിൻ്റെ വെബ്സൈറ്റിലും ഒപ്പം തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇത് ദിവസവും തന്നെ ഇതിൻ്റെ വീഡിയോസും ഇതിൻ്റെ മെസ്സേജുകളും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോലീസ് അവകാശപ്പെടുത്തില്ല, പോലീസാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജുകൾ കൊടുക്കുന്നു. അവയർനെസ്സാണ് ഇതിൻ്റെ പ്രധാനം. നമ്മൾ അതുകൂടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇറക്കുകയുണ്ടായി. കാരണം ഡിജിറ്റൽ അറസ്റ്റിനെ നിങ്ങൾ കരുതിയിരിക്കണം, ഇത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇതിനെ വളരെ ഗൗരവത്തിൽ ഇതിനെ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇപ്പം എല്ലാ ദിവസവും തന്നെ പത്രങ്ങളിലൊക്കെ ഫുൾ പേജ് പരസ്യങ്ങൾ തന്നെ വരുന്നുണ്ട്. വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ 1930 വിളിക്കുക, ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുന്നുള്ളൂ. ഈ കേരളത്തിനുള്ളിൽ നിന്ന് ചില ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിലേക്ക് ഈ ഏജൻസികൾ എങ്ങനെയാണ് എത്തുന്നതെന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ടായ അറസ്റ്റ് അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇവർ മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് മണി മ്യൂൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പൈസ ഇടുന്നത് ഒരിക്കലും ഈ വിളിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിൽ അവരെപ്പോഴും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇത് വിവിധ അക്കൗണ്ടുകൾ മാറ്റി KYC കൃത്യമല്ലാത്ത അക്കൗണ്ടുകളിലേക്ക്, അതായത് നോ യുവർ കസ്റ്റമർ കെയർ എന്നുള്ള ഒരു സംവിധാനം ബാങ്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ID പ്രൂഫുകൾ അനുസരിച്ച് നമ്മൾ ആ അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ ഇവർ ഇത്തരം തട്ടിപ്പ് പൈസകൾ ഇടാൻ വേണ്ടി മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തും. ആ മ്യൂൾ അക്കൗണ്ടുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. അതിനവർ പലപ്പോഴും ചെയ്യുന്നത് അതും ഒരു ടെക്നിക്സാണ്. ഇപ്പം നമുക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, ഞങ്ങളൊരു മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്, അപ്പം ഞങ്ങൾക്ക് ഇന്ത്യയിൽ പലയിടത്തും ബിസിനസ്സുണ്ട്, അപ്പം ഞങ്ങൾക്ക് ഏജൻസികളെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുക. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പെർ ഡേ നിങ്ങൾക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ വിഡ്രോ ചെയ്യാൻ, ATM വിഡ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഞങ്ങളുടെ വിവിധ ക്ലയൻറ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരും. അപ്പം ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു 5% കമ്മീഷനും ഉണ്ടാവും. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളവും തരുമെന്ന് പറയും. അപ്പോൾ നല്ലൊരു കാര്യമാണ്. വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് വെറുതെ ഇരിക്കുന്നു, ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഉള്ള അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റൊരു കമ്പനിയുടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓഫർ ലെറ്ററൊക്കെ ചിലപ്പോൾ ഒരു ജോബ് എന്നും പറഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡറും ഒക്കെ തരികയും ചെയ്യും. പക്ഷേ ഇതൊരു ഫിക്റ്റീഷ്യസ് കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനി കാണത്തില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ തട്ടിപ്പുകാരോട് ഇതുപോലെയുള്ള അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറയും. എന്നിട്ട് ആ പൈസ കിട്ടിയ ഉടനെ തന്നെ അവർക്ക് അറിയിപ്പ് കിട്ടുമ്പം ഇവരെ വിളിച്ച് പറയും ഞങ്ങളുടെ ക്ലയൻറ്റ് പൈസ ഇട്ടു, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പറയുന്ന വിദേശ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം അതൊരു 2 തവണയൊക്കെ മറിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഇതുപോലെ തന്നെ മറ്റ് മ്യൂൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 1-2 അക്കൗണ്ട് മാറ്റിയിട്ടാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ ഈ കിട്ടുമ്പോൾ ആദ്യം ഇവർക്ക് ഈ കമ്മീഷൻ കിട്ടും. പിന്നീട് 1 മാസം എത്തുമ്പോഴാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 1 മാസം ഒരിക്കലും എത്തത്തില്ല. അതിനു മുമ്പ് തന്നെ എവിടെയെങ്കിലും പോലീസ് കേസ് ആകുമ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡറെ അന്വേഷിച്ച് പോലീസ് വരും. അപ്പോഴാണ് ഇവരറിയുന്നത് ഇവർ തട്ടിപ്പിനിരയായി എന്നുള്ളത്. ഇത് മ്യൂൾ അക്കൗണ്ടിന് ജോലിക്ക് കിട്ടുന്ന പോലെ തന്നെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ
മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന ആളുകളുടെയൊക്കെ അക്കൗണ്ടുകൾ ഇവർ പർച്ചേസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പം സംസ്ഥാനത്തിന് പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോ അവരുടെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അപ്പോൾ അവിടെ ആ പഠിക്കുന്ന സമയത്ത് അവിടെ ലോക്കൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും, അതിലൊരു ATM കാർഡും ഉണ്ടാവും. ഇവരുടെ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഇവർക്ക് ആ അക്കൗണ്ടിന് ആവശ്യം ഉണ്ടാവത്തില്ല. അവിടെ ചില ഏജൻസികളിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇവരെ അപ്രോച്ച് ചെയ്ത് പറയും, ഈ അക്കൗണ്ട് ATM കാർഡ് തന്നാൽ മതി, നിങ്ങൾക്കൊരു 10,000 രൂപ തന്നേക്കാം. അപ്പോൾ സീറോ ബാലൻസാണ്, പൈസ കയ്യിലില്ലാത്തടത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നില്ല, അവർ പലരും ഇത് കൊടുത്തിട്ട് പോരും. ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കും. അവിടെയും പിടിക്കപ്പെടുന്നത് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സാണ്. ഇനി മൂന്നാമത് ഇവർ ഉപയോഗിക്കുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞത് ഈ ജൻധൻ അക്കൗണ്ട്, പ്രധാനമന്ത്രി യോജന പ്രകാരമൊക്കെ ഈ സീറോ ബാലൻസ് ആയിട്ട് ഇപ്പം ഈ പെൻഷന് പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത്തരം അക്കൗണ്ട് പലരും ഈ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അത് ഈ ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ്റെ ചില സ്ഥലങ്ങളിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ചില റിമോട്ട് വില്ലേജുകളിൽ പോയിട്ട് അവിടുത്തെ ഈ എഴുത്തും വായന അറിയത്തില്ലാത്ത പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും അവർക്ക് ഒരു 1000 2000 രൂപ കൊടുത്ത ശേഷം അവരുടെ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങി ആ കാർഡ് ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ട്രാക്ക് ചെയ്ത് വരുമ്പം എത്തുന്നത് ഇവരുടെ അക്കൗണ്ട് വഴിയാണ്. പക്ഷേ അവരുടെ പിന്നീട് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിവിധ തരത്തിൽ മ്യൂൾ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ കൂടിയാണ് നമ്മൾ ഈ കേരളത്തിലൊക്കെ ഉള്ളവർ ഈ പലപ്പോഴും ചെന്ന് പെട്ടുപോകുന്നത്. ഈ ചിലരുടെ കമ്പനി ഉണ്ടാവും. അപ്പോൾ ഇവർ ഈ കമ്പനിക്ക് വലിയ വരുമാനമൊന്നുമില്ലാതെ നിൽക്കുന്ന ചില കമ്പനികൾ അവരെ ഇവർ അപ്രോച്ച് ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങളൊരു ബിസിനസ് തരാം, ഞങ്ങളുടെ ക്ലയൻറ്റ് നിങ്ങളുടെ കമ്പനി അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അതുവഴി പൈസ ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ ഇവിടുത്തെ ആളുകൾ പലപ്പോഴും ഇതിൽ എത്തപ്പെട്ടു പോകും. ഈ അടുത്ത കാലത്തായി നമ്മുടെ ഈ ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷനുകളുടെ തട്ടിപ്പും പുറത്ത് വന്നിരുന്നല്ലോ, അങ്ങനെയും കുറേ പേരുടെ പണം നഷ്ടമായിട്ടുണ്ട്. ഇതെല്ലാം ഈ നമ്മളുടെ ഈ കേരളത്തിനകത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തോ ഉള്ള നിയമ സംവിധാനത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലധികമുള്ള വിഷയങ്ങളാണ്. നിയമ സംവിധാനത്തിന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരെ ഫാസ്റ്റാണല്ലോ. നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഫാസ്റ്റാണ്. ഈ ഫണ്ട് പഴയ കാലത്തെ പോലെ നമുക്കിപ്പം ബാങ്കിൽ ചെന്ന് പൈസ ലിക്വിഡായിട്ട് എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ അഭിജിത്തിന് വരണമെന്നുണ്ടെങ്കിൽ സെക്കൻഡുകൾ മതി. ഇത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകാനും സെക്കൻഡുകൾ മതി. അപ്പം ഈ ഫണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫറായി പോകുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ പൈസ തിരിച്ച് പിടിക്കാതിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രതികളെ പലപ്പോഴും അറസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതികളിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ പ്രതികളിലേക്ക് എത്തുമ്പോഴത്തേക്കും അവരുടെ ആ കയ്യിലായിരിക്കത്തില്ല ഈ പൈസ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാന വിഷയം. നമ്മൾ ആദ്യം പറഞ്ഞ ഇതിനകത്ത് ഒരു ഡിജിറ്റൽ അറസ്റ്റിനകത്ത് വേറൊരു ഭാഗം കൂടെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. കുട്ടികളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഇപ്പം നമ്മളെ നേരിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വരുന്ന ഡിജിറ്റൽ അറസ്റ്റിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ കിട്ടിയതിൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുകയാണ്. അവർ പാനിക്കായിട്ട് വിളിക്കുമ്പോൾ അവർ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്കൊരു കോൾ വരുന്നു, അവരുടെ മോൻ ഒരു മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അതുകൂടാതെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന് പിടിച്ചിരിക്കുന്നത് 3 പേരുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഇവനെയും പെടുത്തു. ആ ഗ്രൂപ്പ് ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൂടാതെ മറ്റൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്. ആ റേപ്പ് കേസിലും കൂടെ പ്രതിയാകും ഇവൻ കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവൻ പെട്ടു. അപ്പോൾ ഇവർ വളരെ ഇതായിട്ട് പറയുന്നു, അതും യൂണിഫോംഡ് പോലീസ് ഓഫീസറാണ് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അവനങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അത് അവൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇവരുടെ കൂടെ വന്നതുകൊണ്ട് ഇവനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് അടിയന്തരം അവനെ ഒരു കാര്യം ചെയ്യും, ഇവനെ ഞങ്ങൾ ഒഴിവാക്കി തരാം, ഒരു 80,000 രൂപ അവർക്ക് പറയുന്ന GPay അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇവർ ആ GPay അക്കൗണ്ട് ഇടാൻ നോക്കുമ്പോൾ ആ ഫോണിൽ നിന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് അന്നേരം അയക്കാൻ പറ്റിയില്ല. അതിനിടയിൽ അവർ എന്തായാലും ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്തതുകൊണ്ടും മറ്റും അവർക്ക് പൈസ നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് ഇപ്പം പലപ്പോഴും വ്യാപകമായിട്ട് നടക്കുന്നത്. അതായത് വിദേശത്ത് അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തിന് പുറത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ ഇത്തരത്തിൽ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞ് പേരൻസിനെ വിളിക്കുന്നു. ഏറ്റവും പെട്ടെന്ന് പേരൻസ് പാനിക്കാവും, കാരണം കുട്ടികളുടെ കാര്യമാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അവർ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികളുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് അവരുടെ വീഡിയോ മനസ്സിലാക്കിയിട്ട് ആ സൗണ്ട് ഇവർ അനുകരിച്ചുകൊണ്ട് ഇവർ കുട്ടികളുടെ സൗണ്ടായിട്ട് ഈ പേരൻസിനോട് സംസാരിക്കും. അപ്പോൾ ഒന്നുകൂടെ വിശ്വാസമായി. ഈ സമയത്ത് പേരൻ്റ് കുട്ടിയെ നേരിട്ട് ഫോൺ വിളിച്ച് ചോദിക്കാൻ പലപ്പോഴും അവർ തയ്യാറാവില്ല, കാരണം ഈ ഒരു പേടിയുടെ ഒരു മറന്നുപോകും. അങ്ങനെ വിളിക്കുമ്പോൾ അഥവാ ചിലപ്പോൾ കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷേ പലപ്പോഴും അതിന് ഇവർ സമയം കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൾ ഇവർ എൻഗേജ് ചെയ്ത് നിർത്തും, നിങ്ങൾ ഫോൺ കട്ട് ചെയ്തെന്ന് പറയും, കാരണം മറ്റാരും വിളിക്കാൻ സമ്മതിക്കത്തില്ല. ആ സമയം കൊണ്ട് കുട്ടികളെ അറസ്റ്റിലാണെന്ന് പേടിപ്പിച്ചുകൊണ്ട് പൈസ മേടിക്കുന്നു. അവിടെയും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ കുട്ടി അറസ്റ്റിലായാലും പൈസ കൊടുത്താൽ കേസ് തീരത്തില്ല. അപ്പോൾ അതിന് നിയമപരമായിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടോ പൈസ കൊടുത്തുകൊണ്ടോ തീരില്ല എന്ന് മനസ്സിലാക്കി. ഇൻ കേസ് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും ഈ നമ്മളുടെ സാങ്കേതിക രംഗം പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലത്ത് അവയർനെസ്, ജാഗ്രത, അതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങനെ ഈ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാൻ? തീർച്ചയായിട്ടും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി, കാരണം എന്താ നമ്മൾ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫോണിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം നമ്മൾ വിട്ടുപോയി, അതായത് ഈ ട്രേഡിങ്.
ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ പോയിരിക്കുന്നത് ട്രേഡിങ്ങാണ്. അതായത് വാട്സപ്പിൽ എനിക്കും കഴിഞ്ഞ ദിവസം കിട്ടി. അതായത് ഒരു നമ്പറിൽ നിന്ന് വിളിക്കുകയാണ്, അപ്പോൾ അവർ മെസ്സേജ് നമുക്ക് ഇട്ട് തരികയാണ്, ഇതൊരു പുതിയ ഞങ്ങൾ ട്രേഡിംഗ് ആപ്പാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് റിട്ടേൺ 40% മുതൽ 100% വരെയാണ്, 40%, 100% വരെ റിട്ടേൺ. അപ്പോൾ ഞങ്ങളുടെ എക്സ്പെർട്ടുകൾ നിങ്ങളെ സെലക്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് സെബിയുടെ ഉദ്യോഗസ്ഥരാണ്, മറ്റ് ഉദ്യോഗസ്ഥരാണെന്നോ ടെക്നിക്കൽ എക്സ്പെർട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഇവരെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പറയും ഇത് ശരിയാണെന്ന്. കുറേ ആളുകൾ മെസ്സേജ് ഇടും എനിക്ക് ഇത്രയും പൈസ കിട്ടിയെന്ന് പറയും. ഇത് കണ്ടിട്ട് അവരൊരു ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തു, ആ ലിങ്ക് വഴി നമ്മൾ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അതുവഴിയായിരിക്കും നമ്മൾ ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ട് പൈസ കൊടുക്കുകയും ഈ സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യുന്നത്. ഈ ലിസ്റ്റിനകത്ത് കൃത്യമായിട്ടും നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ നമ്മൾ കൊടുത്ത പൈസയുടെ ഈ പറഞ്ഞ ഇൻക്രീസിങ് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ 1 ലക്ഷം ഇടുന്നയാൾക്ക് 1.5 ലക്ഷം ആകുന്നതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പൈസ നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. 2 തവണ നമുക്ക് കിട്ടും. 3-ാം തവണ ഇത്രയും ലാഭം കിട്ടുമ്പോൾ ആളുകളുടെ ഒരു നമുക്കറിയാം ഒരു ഗ്രീഡ് അനുസരിച്ച് നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ഇല്ലാത്ത പൈസ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 40 ലക്ഷം 50 ലക്ഷം ഒക്കെ ആകുമ്പോഴും അല്ലെ 1 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് വിത്ഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇത് വിദേശത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, 30% ടാക്സ് എമൗണ്ട് അടയ്ക്കണം, അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ പറയും അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, വീണ്ടും 1 കോടി ഇട്ടയാൾക്ക് 1.30, വീണ്ടും 1 കോടി 30 കിട്ടുമ്പോഴത്തേക്കും ഉടൻ തന്നെ അവർ പറയുകയാണ് ഇത് കിട്ടി, ഇനി പക്ഷേ ഇതിനൊരു കൺവർഷൻ ചാർജ്, അതായത് ഫോറിൻ കറൻസി ഡോളറിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് 15% കൂടി ഇടും. അങ്ങനെ ഒരു 15 1.45 ആകും. അപ്പോഴും നമ്മളുടെ പൈസ വരുന്നില്ല. അപ്പോൾ കയ്യിലിരിക്കുന്ന പൈസ മാത്രമല്ല വീണ്ടും പൈസ കിട്ടാൻ വേണ്ടി പോകുന്ന രീതിയിലാണ്. ഈ രീതിയിലാണ് ഇവിടെ ഈ അടുത്തകാലത്ത് നമ്മൾ കണ്ടതാണ് 4 കോടി രൂപ 5 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അവിടെയും മനസ്സിലാക്കേണ്ടത് ഒരു ഇൻവെസ്റ്റിംഗ് ഏജൻസി, നമുക്കറിയാം സ്റ്റോക്ക് ബ്രോക്കർമാർ ഔദ്യോഗികമായിട്ടുണ്ട്, സെബിയോ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഒരു ഈ പറഞ്ഞ വാട്സപ്പ് വഴിയുള്ള ഇവരുടെ ഇങ്ങനെ നമ്മളുടെ ഒരു പൈസ തരുന്ന സംവിധാനമില്ല. നമ്മൾ കൃത്യമായിട്ട് ഏതെങ്കിലും അംഗീകൃത ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വഴിയോ അംഗീകൃത ഏജൻസികളോ നോക്കാതെ ഒരിക്കലും വലിയ എമൗണ്ടുകൾ കൊണ്ട് ഇടരുത്. ഈ ചെറിയ എമൗണ്ട് കിട്ടുന്നതും അബദ്ധമാണ്. നമ്മൾ വിചാരിക്കുക പൈസ കിട്ടിയെന്ന് പറയും, അവിടെ കൊണ്ട് നിർത്തി പോകാമെന്ന് വെച്ചു. അവർക്ക് പിന്നീട് അവർ കേസിൽ പ്രതിയാവും. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന പൈസ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് തട്ടിച്ച പൈസയാണ്. അവരുടെ അക്കൗണ്ട് പോലീസ് ഫ്രീസ് ചെയ്യുമ്പം ഈ നമ്മുടെ അക്കൗണ്ടും ഫ്രീസായി പോകും. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വിട്ടു. അപ്പോൾ അതും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഒരുപക്ഷെ ഈ വാട്സാപ്പിൻ്റെയും അല്ലെങ്കിൽ ഈ വെർച്വൽ അറസ്റ്റിൻ്റെയൊക്കെ കാലത്താണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മക്കളൊക്കെ പുറത്തുള്ളവർ അല്ലെങ്കിൽ പുറത്ത് കുട്ടികൾ പഠിക്കാൻ പോയിട്ടുള്ളവർ അങ്ങനെ വലിയ സാമാന്യജ്ഞാനമില്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാരുണ്ട്, വിദേശത്ത് നിന്ന് പണം വരുന്ന ആൾക്കാരുണ്ട്. വിദേശത്ത് നിന്ന് പണം എത്തുന്നതിൻ്റെ പേരിൽ പോലും ചില തട്ടിപ്പുകൾ നടക്കുന്നു, ചില വാർത്തകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇനി അതിൻ്റെ വ്യാപ്തി കൂടുമോ എന്നറിയത്തുമില്ല. അത്തരം വീട്ടിലിരിക്കുന്ന മുതിർന്ന ആൾക്കാരോടായിട്ട് അങ്ങേക്ക് എന്താണ് ഈ സംഭാഷണം? നമ്മൾ അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഇവിടെയും നമ്മുടെ പൈസ കൊടുക്കുന്ന ഒരു സംവിധാനത്തിനും, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താതെ ഒരു പൈസയും കൊടുത്തു വരും. നമ്മുടെ പാസ്വേഡുകളോ OTP അത്തരത്തിലുള്ള ബാങ്ക് ഡീറ്റെയിൽസോ ആരെങ്കിലും ഫോൺ വഴി ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ വഴി ചോദിച്ചാൽ ഒന്നും നൽകരുത്. കുട്ടികളെ സംബന്ധിച്ചുള്ള വിവരമാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ അടുത്ത നമ്മുടെ അറിയാവുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞ് അവരുമായിട്ട് ബന്ധപ്പെടുക. ആരെങ്കിലും ഇതുപോലെ ഓൺലൈൻ വഴിയോ ഫോൺ വഴിയോ പൈസ ചോദിച്ചാൽ അവർക്ക് അത്തരം പൈസകൾ നൽകാതിരിക്കുക. നമ്മൾ ഫിസിക്കലായിട്ട്, കാരണം അത്ര അത്യാവശ്യക്കാരാണെങ്കിൽ നമ്മളെ നേരിട്ട് വിളിച്ചോളൂ. അപ്പം ഈ ഫോൺ കോളിൻ്റെ സൗണ്ട് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടതുകൊണ്ടോ മാത്രം വിശ്വസിക്കരുത്. തട്ടിപ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എത്ര ആണെങ്കിലും നമ്മുടെ കുട്ടികളാണ് പുറത്തുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം, അത് നമുക്കല്ലാത്ത രീതിയിൽ മനസ്സിലാക്കാം. എന്നിട്ട് മാത്രമേ നമ്മൾ പാനിക്കായിട്ട് അതിന് ചെയ്യേണ്ട കാര്യമില്ല. ഒപ്പം നമ്മളുടെ ഫോണുകളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യണം. അനാവശ്യമായിട്ട്, കാരണം ഇപ്പോൾ എല്ലാവരും നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. സ്മാർട്ട് ഫോണുകളിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, ബാങ്കിങ് ആപ്ലിക്കേഷനുകളുണ്ട്. അതേ ഫോണിൽ തന്നെ നമ്മൾ ഗെയിം ആപ്പുകളും അതുപോലെ തന്നെ ഫിലിം കാണാനുള്ള സംവിധാനവും അതുപോലെ തന്നെ ഈ എന്താ പറയുക ക്രാക്കഡ് വേർഷനും ഒക്കെ പലതും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ പല ആപ്ലിക്കേഷനുകളും അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ സ്പൈ ആപ്പുകളാണ്. നമ്മളുടെ ഡേറ്റ നമ്മളറിയാതെ ചോർത്തിയെടുക്കാൻ, നമ്മുടെ പാസ്വേഡും OTP ഒക്കെ മനസ്സിലാക്കാനുള്ള ആപ്ലിക്കേഷനുകൾ. അപ്പം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഫോണാണെങ്കിൽ കഴിവതും അതിൽ മറ്റ് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മളുടെ ഫോണിനെ കൃത്യമായിട്ട് ഇപ്പം ഫോണിനുമൊക്കെ ആൻറ്റിവൈറസ് സംവിധാനമുണ്ട്, ഇതൊക്കെ ഇട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക.
ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലാണ് പലപ്പോഴും പുറത്തുനിന്ന് നമ്മൾ ഇതിലേക്കൊക്കെ വരുന്നത്. യഥാർത്ഥം അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ജാഗ്രതയോടുകൂടി ചെയ്യുക. ഏത് തരത്തിൽ വന്നാലും നിങ്ങളുടെ എത്ര വിശ്വസ്തരായിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ അടിയന്തരമായിട്ട് പൈസ ചോദിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കുന്നതിന് മുമ്പിലേ നമ്മളിത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ, അക്കൗണ്ടിലെ വിവരങ്ങൾ കൈമാറാവുള്ളൂ, പാസ്വേഡുകൾ കൈമാറാവുള്ളൂ. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ഈ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എനേബിൾ ചെയ്ത് വയ്ക്കും. എന്തായാലും ഇന്ത്യയിലെമ്പാടും അതോടൊപ്പം തന്നെ കേരളത്തിലും വളരെ സജീവമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓൺലൈൻ അല്ലെങ്കിൽ വാട്സാപ്പ് തട്ടിപ്പുകൾ, വെർച്വൽ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശ്രീ ബിജുമോഹൻ അദ്ദേഹം പങ്കുവച്ചത്. വളരെ നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലാണ് ഈ സംഭാഷണം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങയുടെ വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും വളരെയധികം നന്ദി. ഒരു പോയിൻ്റ് ഇടയ്ക്ക്, അതായത് നമുക്കിതിങ്ങനെ തട്ടിപ്പിനിടയായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അഥവാ പൈസ പോയാൽ നമ്മുടെ ഒരു ഗോൾഡൻ അവേഴ്സിനകത്ത്, അതായത് 1 മണിക്കൂറിനുള്ളിൽ കഴിവതും 1930 എന്നുള്ള നമ്പറിൽ വിളിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതൊരു ബാങ്കിങ് സർവീസ് സംവിധാനവും പോലീസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോർഡിനേഷനുണ്ട്. അവരത് ഫ്രീസ് ചെയ്യും, അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് നമ്മളുടെ ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം 24 മണിക്കൂർ വരെയാണ് അവർ സമയം തരുന്നതെങ്കിലും ഈ ആദ്യ 1 മണിക്കൂറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 100% പൈസ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുക. ഒപ്പം cybercrime.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നമ്മളുടെ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടി ഉണ്ട്. വളരെ നന്ദി സാർ, ഇത്രയും വാക്കുകൾക്കും ഇത്രയും നിർദ്ദേശങ്ങൾക്കും. താങ്ക് യു. താങ്ക് യു.